ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. നമ്മളിന്ന് ഫോട്ടോഷോപ്പിൻ്റെ ഒരു വീഡിയോ ആണ് കേസ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു എഡിറ്റിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മകൻ്റെ ഒരു പിക്ചറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഗൂഗിളും പോട്ടെ, ഗൂഗിളിൻ്റെ തന്നെ നാനോ ബനാന എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോൾ AI സെറ്റപ്പ് അത് നിങ്ങൾ യൂസ് ചെയ്ത് കാണും. പക്ഷേ ഫോട്ടോഷോപ്പിനകത്ത് ഈ സംഭവം വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫൈനൽ ഫോട്ടോഷോപ്പ് വേർഷനിലില്ല, ഫോട്ടോഷോപ്പിൻ്റെ ഇപ്പോഴത്തെ ബീറ്റ വേർഷനിലാണ് നമുക്കത് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ കണ്ടില്ല, നാനോ ബനാന വെച്ചിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. ഈ ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയല്ല, പല രീതിയിൽ നമുക്കത് AI പ്രോംസ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടിയ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ലെയർ ഇൻവിസിബിൾ ആക്കിയാലും നിങ്ങൾക്കത് കാണാമല്ലോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് നമുക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്, നാനോ ബനാനയും AI പരിപാടിയൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രാവശ്യം മാത്രമേ നമുക്ക് ഈ പ്രോംപ്റ്റ് ഫ്രീ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പെയ്ഡാണ്, മന്ത്ലി ലിമിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഫോട്ടോഷോപ്പ് സബ്സ്ക്രിപ്ഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ AI പ്രോംപ്റ്റ് ലിമിറ്റ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കത് ആ മാസം യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നെക്സ്റ്റ് മാസം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കത് എന്തായാലും നമുക്കത് ചുമ്മാ ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ഈ സംഭവം ചെയ്യേണ്ടത്. ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് AI ബനാന നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോട്ടോയിലാണെങ്കിൽ ഞാനിപ്പോൾ പറയുകയാണ്, ഈ ഹാറ്റ് വേണ്ടത് നമുക്കൊന്ന് വെക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ചുമ്മാ ഒരു പ്രോംപ്റ്റ് കൊടുക്കാം, ജസ്റ്റ് ഒരു ലെയർ കൊടുത്തിട്ട് ഞാനത് ട്രൈ ചെയ്തിട്ട്, ഞാൻ ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടിയ റിസൾട്ടാണ് നിങ്ങളിവിടെ കാണിച്ചത്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണ്. നമുക്കെല്ലാം ഒന്ന് സെലക്ട് ചെയ്യണം, എന്നിട്ട് നമുക്കത് റിമൂവ് ദ ഹാറ്റ് എന്നും പറഞ്ഞൊന്ന് കൊടുക്കാം. എന്ത് വരും നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ, നമുക്ക് ഗൂഗിളിൻ്റെ ഈ ഒരു സിമ്പിൾ കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നാനോ ബനാന സെലക്ട് ചെയ്യണം. ഫ്ലക്സ് കോൺടെക്സ്റ്റ് പ്രോ എന്നും പറഞ്ഞൊരു സെറ്റപ്പൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷേ നമ്മുടെ നോർമലി ഫോട്ടോഷോപ്പിനകത്തുള്ള ഫയർഫ്ലൈ ആണ്, അത് നിങ്ങൾക്ക് റിലീസ് ഒക്ടോബർ 24 സാധനം. പക്ഷേ ജിമിനിയുടെ ഈ ഒരു AI സംഭവം വേണമെങ്കിൽ നിങ്ങൾക്ക് നാനോ ബനാന സെലക്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾ ട്രൈ ചെയ്യാൻ. നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് എത്ര ട്രൈസ് ഇനി ബാക്കിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. Complementary generations used. To keep using this feature, upgrade to a plan with a premium feature access. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ആയെന്ന് പറയുന്നു. അപ്പോൾ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പണി കിട്ടി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യേണ്ടത് നാനോ ബനാന വെച്ചാണ്. ഫയർഫ്ലൈ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫയർഫ്ലൈ സെലക്ട് ചെയ്ത് കൊടുത്തു, ജനറേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു പ്ലാൻ വെച്ചിട്ട്, ഫോട്ടോഗ്രാഫി പ്ലാനാണ് എൻ്റേത്. എനിക്ക് തോന്നുന്നു ഫൈനൽ വെർഷനിലോട്ട് വരുമ്പോഴത്തേക്കിനും, ഇപ്പോൾ ബീറ്റയിലായതുകൊണ്ടായിരിക്കും, ഫൈനൽ വെർഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു തിരിച്ചടിയായിപ്പോയി. അയ്യോ, ഇത് AI അല്ലെന്ന് തോന്നുന്നു കേട്ടോ. മടുപ്പാണ്, നമ്മുടെ ഫയർഫ്ലൈ നല്ല മടുപ്പാണ്. എന്തായാലും നാനോ ബനാന നിങ്ങൾക്ക് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് കണ്ടില്ലേ, ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. പ്രോംപ്റ്റ് കൊടുത്തിട്ട് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പം ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് മുമ്പുള്ളത്, ബാക്ക്ഗ്രൗണ്ട് വന്നതിന് ശേഷമുള്ള ഇമേജ്. അപ്പം അങ്ങനെ ആ ഒരു വ്യത്യാസം എന്താണ്, നിങ്ങൾക്കൊരു നമ്മൾ ആഡ് ചെയ്തതാണെന്നൊന്നും ഒരു ഫീല് വരത്തില്ല. ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ വീഡിയോ ഗൈസ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ച്, ഞാൻ പ്രതീക്ഷിച്ച സംഭവം എനിക്ക് ചെയ്യാനും പറ്റിയില്ല. എൻ്റെ ആ പ്രോംപ്റ്റ് ഓൾറെഡി ഫിനിഷായി. അപ്പം നമുക്കിനി നെക്സ്റ്റ് മന്ത്, ഇനി എനിക്ക് തോന്നുന്നു 7 ദിവസം കഴിയുമ്പം നവംബറിൽ എനിക്ക് പിന്നെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇനി കേസ് ഞാൻ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചെയ്യാനും മറക്കണ്ട. അതുപോലെ നമ്മുടെ ട്രാവൽ ആൻഡ് ഫോട്ടോഗ്രാഫി വീഡിയോസ് നമ്മൾ പുറകെ ചെയ്ത് വരുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓൾറെഡി ഉള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാണാം കേസ്. ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ എല്ലാവർക്കും.